السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം നബിദിനാഘോഷത്തെ കണിശമായി വിമർശിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. എന്നാൽ ഈ വിമർശനം അതിൻ്റെ ചരിത്രമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എന്നു മുതലാണ് ഇത്ര കണിശമായി ഇവർ വിമർശിക്കാൻ തുടങ്ങിയത്? ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക സംഘടനയാണ് KNM, കേരള നദ്വത്തുൽ മുജാഹിദീൻ. ഈ KNM എന്ന് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ തലമുതിർന്ന അവരുടെ പൂർവ്വകാല സംഘടനയുടെ പേര് നമുക്ക് കിട്ടും. അതിൽ പറയുന്നുണ്ട്, KNM എന്ന് നമ്മൾ ഗൂഗിൾ ചെയ്താൽ നമുക്ക് അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ, അതിന്റെ വിവരണത്തിൽ നമുക്ക് കാണാൻ കഴിയും. 1922 കേരള മുസ്ലിം ഐക്യസംഘം എന്ന ഒരു പ്രസ്ഥാനം രൂപീകരിക്കുകയും എന്നിട്ട് ആ പ്രസ്ഥാനത്തിന്റെ 1922 പരിഗണിച്ചുകൊണ്ട് 2021 ഞങ്ങൾ 100 വർഷം പൂർത്തീകരിച്ചു, അങ്ങനെ 100 വർഷത്തിന്റെ ക്യാമ്പയിൻ നടക്കുന്നു എന്ന് നമുക്ക് ഗൂഗിളിൽ തന്നെ കാണാൻ കഴിയും. അപ്പോൾ ഇവരുടെ പൂർവ്വകാല സംഘടന എന്ന് പറയുന്നത് കേരള മുസ്ലിം ഐക്യസംഘം, അത് ഇവരുടെ പ്രസ്ഥാനം തന്നെയാണ്. അതുകൊണ്ട് അത് അടിസ്ഥാനത്തിലാണ് അവർ എന്ത് ചെയ്തിരുന്നത്, ഈ 100 വർഷം ആഘോഷിക്കുന്നത്. സെഞ്ചുറി ആഘോഷിച്ചല്ല ഈ അടുത്ത്, അത് ഈ അടിസ്ഥാനത്തിലാണ്. യഥാർത്ഥത്തിൽ KNM ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുന്നത് 1950-ലാണ്. 1950 വെച്ചിട്ട് 2021 100 വർഷം ആകൂലല്ലോ. അപ്പോൾ ഈ 100 വർഷം ആകുന്നത് 1922 ഇവരുടെ കേരള മുസ്ലിം ഐക്യസംഘം എന്ന സംഘടനയുടെ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 1922 പ്രസ്ഥാനം നിലനിൽക്കുന്ന സമയത്ത് അന്ന് മുതൽ ഇന്നേ വരെയുള്ള ഇവരുടെ നിലപാടിലെ മാറ്റം, നബിദിനാഘോഷമായി ഇവരുടെ നിലപാടിലെ ചാഞ്ചാട്ടങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമായി നോക്കുക, 1922 രൂപീകരിച്ച പ്രസ്ഥാനത്തിൽ 1925 നബിദിനാഘോഷമായി ഇവരുടെ നിലപാട് എന്താണ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇത് കാണാൻ കഴിയും. ഇത് 1925 അൽ ഇർഷാദ് മാസികയാണ്. 1925 ഇതിന്റെ ഹെഡിങ് തന്നെ, ഇതിന്റെ തലവാചകം തന്നെ താരീഖുൽ മൗലിദി വഹുക്കുമുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന്റെ ചരിത്രവും അതിന്റെ വിധിയുമാണ് ഈ ലേഖനത്തിൽ ഇവർ കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇവിടെ പറയുന്നത് കാണാം, റബീഉൽ അവ്വൽ മാസം ആരംഭം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൗലിദ് കൊണ്ടാടുന്ന സമ്പ്രദായം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ. അപ്പോൾ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ലോകത്തിന്റെ എമ്പാടുമുണ്ട് എന്നർത്ഥം. മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്ന് പറയുവാൻ സാധിക്കില്ല. മുസ്ലിമീങ്ങളുടെ അടുത്ത് എന്തായാലും മൗലിദ് ഉണ്ടാവും. എന്നാൽ ഇങ്ങനെ ചെയ്തു വരുന്നത് നമ്മുടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതനായിട്ടുള്ളത് ഈ മാസത്തിലാകയാൽ അതിന്റെ ഓർമ്മക്കായും ആ പുണ്യാത്മാവിനോടൊക്കമുള്ള അതിരറ്റ സ്നേഹം വെളിവാക്കുന്നതിന് വേണ്ടിയുമാണ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ റസൂലുള്ളാഹിയുടെ സ്നേഹത്തിന്റെ ഭാഗമാണ് നബിദിനം ആഘോഷിക്കുന്നത്. നമ്മളല്ല പറയുന്നത്, 1925 ഇവരുടെ നിലപാടാണ്. പക്ഷേ അതുകൊണ്ടുള്ള ശരിയായ ഫലത്തെ മനസ്സിലാക്കിയവർ വളരെ ചുരുങ്ങും. ഏറ്റവും മഹത്തായ ഈ ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജന്മനാളായ റബീഉൽ അവ്വൽ 12-ാം തീയതിയിൽ ലോകത്തിന് റഹ്മത്തായി എഴുന്നേൽപ്പിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുരുങ്ങിയ ചരിത്രത്തെ എങ്കിലും പറഞ്ഞു ജനങ്ങളെ മനസ്സിലാക്കുക എന്നതിനാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ പ്രത്യേക മഹത്വമുണ്ട്. ഈ മഹത്തായ ദിവസത്തിനെ പരിഗണിച്ചുകൊണ്ട് തങ്ങളുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് 1925 നിലപാടാണ് കണ്ടത്. അപ്പൊ ഇവർക്കൊന്നും വിദഗ്ധ തിരിയാതെ പോയോ എന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഞാനിപ്പോ തൽക്കാലം ചോദിക്കുന്നില്ല. ഇനി ഈ ലേഖനത്തിന്റെ ബാക്കിയായി കുറച്ചപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയും. അവസാനമായ ഒരു അപേക്ഷ മാത്രമാണുള്ളത്. നമ്മുടെ കേരളത്തിൽ അധികം മുസ്ലിമീങ്ങളും അറബി ഭാഷ അറിഞ്ഞുകൂടാത്തവരാണ്. അവർ മൗലിദിന്റെ മജ്ലിസിൽ വന്ന് അറബി മൗലിദ് കേട്ടിരുന്നു കൊണ്ട് അവർക്ക് ഒന്നും അറിയുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരാൾ തർജുമ കൂടി പറയുന്നത് വളരെ നന്നായിരിക്കും. അപ്പൊ മൗലിദ് സദസ്സ് നിർത്തിവെക്കണം എന്നല്ല പറഞ്ഞത്, മൗലിദ് സദസ്സ് നടത്തുകയും അതിനോടൊപ്പം എന്ത് ചെയ്യണം, അറബി അതിന്റെ മലയാള തർജുമ കൂടി പറയണം എന്ന് അൽ ഇർഷാദ് മാസികയിൽ തന്നെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ലക്കം 5 പേജ് 155 ഇത് പറയുന്നത്. അപ്പോൾ മൗലിദിന്റെ പരിഭാഷ കൂടി കൊണ്ടുവരണം എന്നാണ് ഇവിടെ അവർ ആവശ്യപ്പെടുന്നത്. ഇനി നമ്മൾ 1925 അൽ ഇർഷാദ് മാസികയിൽ വന്ന മറ്റൊരു ഭാഗം നമുക്ക് കാണാൻ കഴിയും.
925 നിലപാട് മാറിയിട്ടില്ല. നോക്കൂ, ഈ സന്ദർഭത്തിൽ 2 കൊല്ലമായി മുസ്ലിം ഐക്യസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരാറുള്ള മൗലിദാഘോഷം ഇപ്രാവശ്യം റബീഉൽ അവ്വൽ 12-ാം തീയതി ഭംഗിയായി കഴിഞ്ഞുകൂടിയതായിട്ടുള്ള വിവരം ഞങ്ങൾ വായനക്കാരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. അപ്പോൾ വായനക്കാരെ സന്തോഷപൂർവ്വം അറിയിക്കുന്ന കാര്യം എന്താണ്? 925 ഞങ്ങൾ നബിദിനം ആഘോഷിച്ചിട്ടുണ്ട്. ഏറിയാട് ലോവർ സെക്കൻഡറി സ്കൂൾ വെച്ചുകൊണ്ടാടപ്പെട്ട ഈ സുദിനത്തിൽ കൂടിയ വിദ്യാർത്ഥി സമ്മേളനത്തിലും മഹായോഗത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, ബാല്യം, മത പ്രചാരണം, സ്വഭാവ ശൈലി എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ പ്രധാനപ്പെട്ട മിക്ക ഭാഗങ്ങളെയും കുറിച്ച് മലയാളത്തിൽ ഓരോ മാന്യന്മാർ പ്രസംഗിച്ചു. അപ്പോൾ ഓരോരുത്തർ പ്രസംഗിക്കുകയും ചെയ്തു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചു. റബീഉൽ അവ്വൽ 12-ന് തന്നെ 925 നമുക്ക് നോക്കാം നിലപാട് എപ്പോഴാണ് മാറുന്നത്, ഏത് വർഷത്തുമ്പോഴാണ് ഇവർക്ക് മാറ്റം സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇനി ഞാൻ അൽ മുർഷിദാണ് വായിക്കാൻ പോകുന്നത്. നേരത്തെ വായിച്ചത് അൽ ഇർഷാദ് എന്ന് പറയുന്ന മാസികയാണ്. ഇനി അൽ മുർഷിദാണ്. ഈ അൽ മുർഷിദ് വായിക്കുന്നതിന് മുമ്പ് നമ്മൾ 2005 ഒന്ന് വരേണ്ടതുണ്ട്. അതെന്താ? 2005 അൽ മുർഷിദിനെ സംബന്ധിച്ച് 2005 ഒരു ലേഖനമുണ്ട് ഇവരുടെ വിചിന്തന മാസികയിൽ. 2005 ഏപ്രിൽ 1 വിചിന്തന മാസികയിൽ അൽ മുർഷിദ് വിജ്ഞാനത്തിന്റെ വിളക്കുമാടം എന്ന തലവാചകത്തിൽ ഒരു ലേഖനമുണ്ട്. ഈ ലേഖനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ വായിക്കാം. ഇവിടെയാണ് അൽ മുർഷിദിന്റെ വ്യതിരക്തത നാം മനസ്സിലാക്കേണ്ടത്. ജനങ്ങളെ ഖുർആനും സുന്നത്തും അനുസരിച്ച് തൗഹീദിന്റെ ശരിയായ പാന്താവിലേക്ക് നയിക്കുവാനും സംസ്കാര സമ്പന്നരാക്കുവാനും വേണ്ടി പക്വമതികളും പണ്ഡിത കേസരികളുമായ ഒരു കൂട്ടം ഉലമാക്കളുടെ ശ്രമഫലമായി ഉണ്ടായതാണ് അൽ മുർഷിദ്. അപ്പൊ അൽ മുർഷിദ് എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തും അടിസ്ഥാനത്തിൽ ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ഒരു മാസികയാണ്. കഴിഞ്ഞിട്ടില്ല, മറ്റൊരു ഭാഗത്ത് പറയുന്നത് കാണാം. ഓരോ വിഷയത്തിലും ഖുർആനും സുന്നത്തും സലഫുകളും എന്തു പറയുന്നു എന്നുള്ളത് ശരിക്കും വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു നീണ്ട ചർച്ച തന്നെയായിരുന്നു അതിലുണ്ടായിരുന്നത്. തെളിവുകളും അത് അവതരിപ്പിക്കുന്ന രചനാപാഠവും ഒന്ന് വേറെ തന്നെയാണ്. അപ്പൊ ഖുർആനും സുന്നത്തും അടിസ്ഥാനത്തിൽ മാത്രമേ ഈ അൽ മുർഷിദ് മാസികയിൽ ഓരോ വിഷയവും സമർത്ഥിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ വിചിന്തന മാസികയിൽ അവർ പറയുന്നത്. അപ്പോ ഖുർആനും സുന്നത്തും അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നമുക്ക് മനസ്സിലായല്ലോ. അൽ മുർഷിദ് വെറുതെ എന്തെങ്കിലും വാരി വലിച്ച് എഴുതുന്ന ഒരു ഗ്രന്ഥമല്ല, അല്ലെങ്കിൽ ഒരു മാസികയല്ല. മറിച്ച് എന്താണ്? അൽ മുർഷിദ് വളരെ ആധികാരികമായി ഖുർആനും സുന്നത്തും വെച്ചുകൊണ്ട് തന്നെ എഴുതുന്ന ഗ്രന്ഥമാണ് എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പൊ നമ്മൾ 1925 കണ്ടത്. ഇനി 1936 എത്തി. 1936 അൽ മുർഷിദ് മാസിക, ജൂൺ മാസത്തെ അൽ മുർഷിദ് മാസികയാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഈ അനുഗ്രഹങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂലമാണ് നമുക്ക് സിദ്ധിച്ചതെന്ന് ഓർക്കുന്ന ഒരാൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസം അടുത്തു വരുമ്പോൾ എങ്ങനെ സന്തോഷം കൊണ്ട് പുളകിതമാവാതിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ലോകത്ത് ഒരുപാട് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയത്. റസൂലുള്ളാഹിനെ കൊണ്ടാണ്. അപ്പൊ പിന്നെ ആ റസൂലുള്ളാഹിനെ കൊണ്ട് എങ്ങനെ സന്തോഷിക്കാതിരിക്കുമെന്ന് 936 നിലപാടാണ്. തങ്ങളെ കൊണ്ട് സന്തോഷിക്കണം. തങ്ങളെ കൊണ്ട് സന്തോഷിക്കണം എന്ന് പറയുന്ന ഏത് കൊല്ലാണ്? 936. അപ്പൊ 25-ലും 36-ലൊന്നും വലിയ നിലപാടിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടില്ല. ഇനി നോക്കൂ, 1936 തുടർച്ചയായിക്കൊണ്ട് തന്നെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. താമസിയാതെ അതിസുന്ദരനായ ഒരു ആൺകുട്ടി പിറന്നു. ഈ ആനന്ദകരമായ റബീഉൽ അവ്വൽ മാസം പിന്നീട് ലോകത്തിലെ ഒരു പ്രബല സമുദായത്തിന്റെ പെരുന്നാൾ മാസമായി. അപ്പോ റബീഉൽ അവ്വൽ പെരുന്നാളാണ് എന്നാണ് പറയുന്നത്. ഇതും അൽ മുർഷിദിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അൽ മുർഷിദിൽ തന്നെയാണ് എന്ത് വന്നിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച റബീഉൽ അവ്വൽ മാസം അത് പെരുന്നാളാണ്. നമ്മൾ പെരുന്നാളാണെന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ 2 ആകാശമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചുണ്ടാക്കാൻ വരുന്ന ആളുകൾ ഇത് കേൾക്കണം. റബീഉൽ അവ്വൽ മാസം പെരുന്നാളാണ്. അപ്പൊ ഇവർക്കൊന്നും ഇത് തിരിഞ്ഞില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു ചോദിച്ചു. അല്ല, 37 നിലപാട് നമുക്ക് നോക്കാം. 37 എന്താണ് പറയുന്നത്? ഇങ്ങനെയുള്ള പ്രാധാന്യം കൊണ്ട് മാത്രമാണ് 1,00,000-ലധികം അമ്പിയാക്കൾ തിരുമേനിക്ക് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ലഭിച്ചത്. ഇങ്ങനെയുള്ള പല മഹത്വത്തിന്റെയും പ്രബോധകൻ, പ്രജാവ വാത്സ്യകനായ ഭരണാധികാരി, ദീന ദയാലുവായ ഉത്കൃഷ്ട പരിശീലകനായ ഉത്തമ ഗുരു എന്നൊക്കെ പറഞ്ഞിട്ട് ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. അതിനാൽ ആ മാസത്തെ മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു, ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ്. 937 അൽ മുർഷിദ് മാസികയാണ്. 937 റസൂലുള്ളാഹിന്റെ ജന്മദിനം കൊണ്ടാടേണ്ടതാണ്. ഇനി 938 നമ്മൾ വരാം. 938 എന്താണ് പറയുന്നത് നോക്കാം. 938 പറയുന്നത് നോക്കൂ. റബീഉൽ അവ്വൽ മാസം ഇതാ ആഗതമായിരിക്കുന്നു. അത് നമ്മെ ആനന്ദിപ്പിക്കുന്നു, അത് നമ്മെ ആഹ്ലാദിപ്പിക്കുന്നു. നാം സന്തോഷം കൊണ്ട് ചാഞ്ചാടുന്നു, നമ്മുടെ ഹൃദയം വികസിക്കുന്നു. ഓരോ മുസ്ലിമിന്റെയും മുഖകമരങ്ങളിൽ ഹർഷചിഹ്നങ്ങളെ കളിയാടുന്നു.
ഓരോ ഭക്തനും സന്തോഷാർഷുക്കൾ പൊഴിക്കുന്നു. എന്തുകൊണ്ട്? മാനവലോകത്തിന്റെ ഐക്യവും പാരത്രികവുമായ സർവവിധ സ്വഭാവാഖ്യതയുള്ള മാർഗങ്ങളെ വെട്ടിത്തെളിച്ചു തന്ന ആ പുണ്യപുരുഷൻ, ലോകത്തിന്റെ അനുഗ്രഹമായി നിയോഗിക്കപ്പെട്ട ആ പുണ്യാത്മാവ് ഷഫീഉന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 938 റസൂലുള്ള ഷഫീആണ്, ശുപാർശകനാണ് കേട്ടോ. അതും കൂടി ഇവിടെ മനസ്സിലാക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ടാടണം, അത് മഹത്വമുള്ളതാണ്, അത് പെരുന്നാളാണ് എന്നൊക്കെ പറഞ്ഞത് സുന്നികളല്ല, നിങ്ങൾ തന്നെ നിങ്ങളുടെ മാഗസിനുകളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നതിലേക്കാണ് ഞാനിപ്പോൾ സൂചന നൽകിയത്. അപ്പോൾ 938 വരെ നമ്മളിപ്പോൾ വായിച്ചതിൽ ലാസ്റ്റ് വന്നത് 938ആണ്. 938 വരെ ഇവിടെ നമുക്ക് എന്ത് കണ്ടിട്ടില്ല? ഇതിലൊരു അതിശയോക്തിയോ അല്ലെങ്കിൽ ഇതിലൊരു പോരായ്മയോ ഇതൊരു വിദഗ്ധത്തായിട്ടോ കണ്ടതായിട്ട് നമുക്ക് ചരിത്രങ്ങൾ കാണുന്നില്ല. പിന്നെ എപ്പോഴാണ് ഇവർക്ക് ഈ ഒരു നിലപാട് വന്നത്? അതെല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. 938 വരെ വിശുദ്ധ ഖുർആൻ സുന്നത്ത് അടിസ്ഥാനത്തിലാണ്, അൽ മുർഷിദ് ഗ്രന്ഥത്തിൽ പറയുന്നതെല്ലാം വിശുദ്ധ ഖുർആന്റെ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്ന ആളുകൾക്ക് എപ്പോഴാണ് പുതിയ വെളിപാട് കിട്ടിയതെന്നാണ് നമുക്ക് അറിയാത്തത്. ഇനി 937 ഒരു കഥ കൂടി നമുക്ക് വായിക്കാം. അതെന്താണ്? ഇത്തരക്കാർ മൗലിദ് യോഗത്തിൽ വന്നു ചേരുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകളെ കേട്ട് മനസ്സിലാക്കാൻ പ്രവർത്തിക്കുകയും ചെയ്യണം. അന്ന് മുസ്ലിം ലോകം ഒന്നായി കൊണ്ടാടുന്ന മൗലിദ് യോഗത്തിൽ നബിയുടെ ശരിയായ നടപടി വിവരം പറഞ്ഞു കൊടുക്കണം. അങ്ങയുടെ ഉത്തമ ഗുണങ്ങളായ സ്വഭാവ ഗുണങ്ങൾ വിവരിക്കുകയും നബി തങ്ങളുടെ ഉത്ഭവങ്ങൾ നൽകുകയും വേണം. അങ്ങനെ പറഞ്ഞിട്ട് നബി തങ്ങളുടെ മൗലിദ് സദസ്സിനെ കുറിച്ചാണ് പറയുന്നത്. മൗലിദിന്റെ മജ്ലിസിൽ ഈ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സദസ്സ് ഒരു പുണ്യ സദസ്സ് തന്നെയാണ്. മൗലിദിന്റെ സദസ്സ് പുണ്യ സദസ്സാണ്. അതിൽ സംബന്ധിക്കുന്നവൻ, തൗഫീഖ് ലഭിക്കുന്നവൻ ഭാഗ്യവാന്മാരാണ്. ഈ മജ്ലിസിൽ മൗലിദ് സദസ്സിൽ ദീനിയായ സ്വഹീഹായ അറിയുന്ന കാര്യങ്ങൾ ധാരാളം കൂടി ഇരിക്കണം, അല്ലെ? പണ്ഡിതന്മാർ അറിയുന്ന ആലിമുകൾ കൂടിയിരിക്കണം. അവരെ ഉപദേശങ്ങൾ മുറക്ക് നടത്തണം. അപ്പൊ മൗലിദ് സദസ്സ് നല്ല പുണ്യമുള്ള സദസ്സാണ് എന്ന് ആരാണ് പറയുന്നത്? അൽ മുർഷിദ് മാസിക 1937. അപ്പൊ 938 വരെ യാതൊരു കുഴപ്പമില്ല. പിന്നീട് എപ്പോഴാണ് ജിബ്രീൽ ഇറങ്ങിയത് എന്ന് നമുക്കറിയില്ല. ഏതായാലും KNMന്റെ ഔദ്യോഗിക പൂർവ്വകാല സംഘടനയാണ് കേരള മുസ്ലിം ഐക്യസംഘം എന്ന് നമുക്കറിയാം. 922 രൂപീകരിച്ചത് നമുക്കറിയാം. 938 വരെ നബിദിനം ആഘോഷിച്ചു എന്ന് കിട്ടി. ഇനി എപ്പോഴാണ് ഇത് ബിദ്അത്തായതെന്ന് അവരാണ് പറയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ഷർറിൽ നിന്ന് മുസ്ലിം ലോകത്തെ കാത്തുരക്ഷിക്കും.